നമസ്കാരം. ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. കോതിപാലത്തിന്റെ അപ്രോച്ച് റോഡ് പ്രവൃത്തി 2015 മെയ് മാസം അവസാനത്തോടുകൂടി പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യമെന്നും അരയടത്തുപാലം അപ്രോച്ച് റോഡിന്റെ ടാറിംഗ് പ്രവൃത്തി ഈ മാസം പൂർത്തീകരിക്കുമെന്നും മന്ത്രി MK മുനീർ. നഗരത്തിലെ ട്രാഫിക് പരിഷ്കാരങ്ങളിൽ പ്രതിഷേധിച്ച് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 7 മുതൽ ചില റൂട്ടുകളിൽ ബസ് സമരം ആരംഭിക്കും. ഹിമോഫീലിയ രോഗികൾക്കുള്ള പ്രഫൽ ആക്ട് ട്രീറ്റ്മെന്റ് കേരളത്തിൽ എത്തിക്കുന്നതിനായി പരിശ്രമിക്കുമെന്ന് മന്ത്രി MK മുനീർ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. വിശദമായ വാർത്തകളിലേക്ക്. കോതിപാലത്തിന്റെ അപ്രോച്ച് റോഡ് പ്രവൃത്തി 2015 മെയ് മാസം അവസാനത്തോടുകൂടി പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യമെന്നും അരയടത്തുപാലം അപ്രോച്ച് റോഡിന്റെ ടാറിംഗ് പ്രവൃത്തി ഈ മാസം പൂർത്തീകരിക്കുമെന്നും മന്ത്രി MK മുനീർ കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2015 മെയ് മാസം അവസാനത്തോടെ കോതിപാലത്തിന്റെ അപ്രോച്ച് റോഡ് നിർമ്മാണത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാൻ ലക്ഷ്യമിടുന്നതായി മന്ത്രി MK മുനീർ പറഞ്ഞു. കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പന്നിങ്ങര റെയിൽവേ മേൽപ്പാലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തെ പൈലിംഗ് പൂർത്തിയായി കഴിഞ്ഞു. കിഴക്ക് ഭാഗത്തുള്ളതിന്റെ ഭൂമി ഏറ്റെടുക്കലിന് വേണ്ടിയിട്ടുള്ള സർക്കാർ ഉത്തരവായി ഇനി ഇവിടെ DLPC കൂടി കഴിഞ്ഞാൽ ഉടൻ തന്നെ സ്ഥലം ഏറ്റെടുക്കും. അതിനാദ്യം സ്കൂളാണ് നമ്മൾ ഏറ്റെടുക്കുക. സ്കൂൾ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ അടുത്ത പൈലിംഗ് അവിടെ സ്ഥാപിക്കാൻ സാധിക്കും. അരയടത്തുപാലം അപ്രോച്ച് റോഡിന്റെ ടാറിംഗ് പ്രവൃത്തി ഈ മാസം അവസാനം പൂർത്തീകരിക്കും. ചാലപ്പുറം ഭാഗത്തെ 3 റോഡുകളുടെ നവീകരണ പ്രവൃത്തിക്ക് 7,80,00,000 രൂപയുടെ ടെൻഡർ ക്ഷണിച്ചു. പുതിയ പാലത്ത് വലിയ പാലം നിർമ്മിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോവുകയാണ്. പ്രധാന ജംഗ്ഷനുകളിൽ ഹൈമാസ്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. നഗരത്തിലെ ട്രാഫിക് പരിഷ്കാരങ്ങളിൽ പ്രതിഷേധിച്ച് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ഈ മാസം 7 മുതൽ ചില റൂട്ടുകളിൽ ബസ് സമരം ആരംഭിക്കും. ട്രാഫിക് പരിഷ്കാരം കാരണം ബസ് ഉടമകൾക്ക് വൻ നഷ്ടമാണുള്ളതെന്നും ഭാരവാഹികൾ. നഗരത്തിലെ പുതിയ ട്രാഫിക് പരിഷ്കാരത്തിൽ പ്രതിഷേധിച്ചാണ് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 7 മുതൽ ജില്ലയിലെ ചില റൂട്ടുകളിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്ക് ആരംഭിക്കുന്നത്. പരിഷ്കാരം കാരണം പാളയം ബസ് സ്റ്റാൻഡിലേക്കെത്തുന്ന സ്വകാര്യ ബസ്സുകൾക്ക് സമയദൈർഘ്യം കൂടുകയും ഇന്ധനച്ചെലവ് വർദ്ധിക്കുകയും ചെയ്യുന്നതായി ഭാരവാഹികൾ ആരോപിച്ചു. ഏറ്റവും വലിയ പ്രശ്നം യാത്രക്കാർക്കാണ് നേരിടുന്നത്. യാത്രക്കാരും തൊഴിലാളികളും അരയടത്തുപാലത്ത് നിന്നും വലിയ സംഘർഷം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. കോഴിക്കോട് പാളയം സ്റ്റാൻഡിലേക്ക് ടിക്കറ്റ് എടുത്തിട്ട് അതുമാത്രമല്ല പുതിയ സ്റ്റാൻഡിലേക്കും KSRTCയുടെ ആ ഭാഗങ്ങളിലേക്കും പോകേണ്ട ആളുകൾ അരയടത്തുപാലത്ത് ഇറക്കി വിടുക ഞങ്ങൾ ചെയ്യുന്നത്. സാധാരണ പുതിയ സ്റ്റാൻഡിൽ ഇറങ്ങിയാൽ ആ ഭാഗങ്ങളിലേക്കൊക്കെ പോകാൻ പ്രായമുള്ള ആളുകൾക്കും രോഗികൾക്കും വളരെ സുഖമാണ്. അപ്പോൾ അങ്ങനെ ഇറക്കി വിടുന്ന സമയത്ത് ആളുകൾ വലിയ തൊഴിലാളികളുമായിട്ട് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും മാത്രവുമല്ല ബസ് ഉടമകളായ ഞങ്ങളെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക നഷ്ടം. ഓരോ ദിവസവും 5 മുതൽ 10 ലിറ്റർ വരെ ഡീസൽ അധികമായി ഉപയോഗിക്കപ്പെടുന്നുവെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഹിമോഫീലിയ രോഗികൾക്കുള്ള പ്രഫ്ലാക്ട് ട്രീറ്റ്മെന്റ് കേരളത്തിൽ എത്തിക്കുന്നതിനായി പരിശ്രമിക്കുമെന്ന് മന്ത്രി MK മുനീർ. സാമൂഹ്യനീതി വകുപ്പിന്റെ ഹിമോഫീലിയ രോഗികൾക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ മേഖലാതല ഉദ്ഘാടനം നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള സർക്കാർ സാമൂഹ്യനീതി വകുപ്പിന്റെയും സാമൂഹ്യ സുരക്ഷാ മിഷന്റെയും നേതൃത്വത്തിൽ ഹീമോഫീലിയ രോഗികൾക്കുള്ള പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ മേഖലാ ഉദ്ഘാടനം KP കേശവമേനോൻ ഹാളിൽ നടന്നു. മന്ത്രി MK മുനീർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. 45 കോടി രൂപ സമാഹരിച്ചാൽ ഹീമോഫീലിയ രോഗികൾക്കായുള്ള പ്രഫർ ആക്ട് ട്രീറ്റ്മെന്റിനെ സഹായിക്കാൻ സാധിക്കുമെന്നും പ്രഫർ ആക്ട് ട്രീറ്റ്മെന്റ് കേരളത്തിലും സുലഭമായി നടത്താൻ സാധിച്ചാൽ വൈകല്യങ്ങളെ തടയിടാൻ സാധിക്കുമെന്നും കേരളത്തിൽ ചികിത്സ എത്തിക്കുന്നതിനുള്ള പരിശ്രമങ്ങൾ നടത്തുമെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. കുട്ടികൾക്ക് വേണ്ടി നമ്മൾ തയ്യാറാക്കിയ ഒരു പദ്ധതിയാണ് ഹീമോഫീലിയ ബാധിതർക്ക് വേണ്ടിയിട്ടുള്ള ഈ പെൻഷൻ പദ്ധതി. ഹീമോഫീലിയ സംഘടന കോഴിക്കോട് ഒരു പരിപാടി സംഘടിപ്പിച്ചപ്പോൾ അവിടെ വെച്ച് നമ്മൾ നൽകിയ ഒരു ഉറപ്പാണ്
എത്രയും പെട്ടെന്ന് ഈ പെൻഷൻ പദ്ധതി നടപ്പിലാക്കി വിതരണം ചെയ്യും എന്നുള്ളത് ആ സംഘടനയോട് ഞങ്ങൾ സന്തോഷത്തോടുകൂടി പറയുന്നു. ആ പദ്ധതി ഇവിടെ നടപ്പിലാവുകയാണ്. കളക്ടർ സി എ ലത പരിപാടി അധ്യക്ഷത വഹിച്ചു. സാമൂഹ്യനീതി ഓഫീസർ നാരായണൻ, റീജിയണൽ ഡയറക്ടർ മുഹമ്മദ് യൂനസ് ടി കെ, എക്സിക്യൂട്ടീവ് ഡയറക്ടർ ടി പി അഷ്റഫ്, അജിത് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലയിൽ ഇതുവരെ പേര് രജിസ്റ്റർ ചെയ്ത 115 പേർക്ക് മുൻകാല പ്രാബല്യത്തിൽ നടപ്പിലാക്കിയ 5000 രൂപ വിതരണം ചെയ്തു. APL BPL വ്യത്യാസമില്ലാതെ വരും മാസങ്ങളിൽ 1000 രൂപ വീതം വീടുകളിൽ എത്തിക്കുന്ന രീതിയിലാണ് പദ്ധതി നടപ്പിലാക്കിയിരിക്കുന്നത്. പ്രവാചകനായ ഇബ്രാഹിം നബി മകൻ ഇസ്മായിലിനെ ദൈവകൽപ്പന അനുസരിച്ച് ബലി നൽകാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലിൽ വിശ്വാസികൾ ഇന്ന് ബലിപെരുന്നാൾ ആഘോഷിക്കുന്നു. പ്രവാചകനായ ഇബ്രാഹിം നബി മകൻ ഇസ്മായിലിനെ ദൈവകൽപ്പന അനുസരിച്ച് ബലി നൽകാൻ സന്നദ്ധനായതിന്റെ ഓർമ്മ പുതുക്കലാണ് ബലിപെരുന്നാൾ. ഇബ്രാഹിമിന്റെ സമർപ്പണത്തിൽ തൃപ്തനായ ദൈവം ഇസ്മായിലിനെ ബലി നൽകേണ്ടതില്ലെന്നും പകരം ഒരു ആടിനെ ബലി നൽകാൻ കൽപ്പിക്കുകയും ചെയ്തു. ദൈവത്തിലേക്കുള്ള പൂർണ്ണ സമർപ്പണവും ത്യാഗസന്നദ്ധയുമാണ് ബലിപെരുന്നാളിന്റെ സന്ദേശം. ഇബ്രാഹിം നബിയുടെ ത്യാഗസ്മരണ പുതുക്കാൻ ബലിപെരുന്നാൾ ദിനത്തിൽ വിശ്വാസികൾ മൃഗങ്ങളെ ബലിയൊറത്ത് മാംസം ദാനം ചെയ്യും. മക്കയിലെ കഅബ ഷെരീഫ് പുനർനിർമ്മിച്ചത് ഇബ്രാഹിം നബിയും മകൻ ഇസ്മായിലും ചേർന്നുകൊണ്ടാണ്. ദൈവകൽപ്പന പ്രകാരം ഇബ്രാഹിം നബി നടത്തിയ ആഹ്വാനം അനുസരിച്ചാണ് വിശ്വാസികൾ ഹജ്ജിനായി മക്കയിലെത്തുന്നത്. ന്യൂസ് ഡെസ്ക്, ടൈം ന്യൂസ്. മുല്ലപ്പള്ളി നാരായണൻ നമ്പൂതിരിയുടെ പൂവാലൻ കോഴി ബാലകവിതാ സമാഹാരം പ്രകാശനം ചെയ്തു. സംവിധായകൻ ഹരിഹരൻ പ്രകാശനം നിർവഹിച്ചു. മുല്ലപ്പള്ളി നാരായണൻ നമ്പൂതിരിയുടെ ബാലകവിതാ സമാഹാരമായ പൂവാലൻ കോഴിയുടെ പ്രകാശനം KP കേശവമേനോൻ ഹാളിൽ നടന്നു. സംവിധായകൻ ഹരിഹരൻ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. PV ഗംഗാധരൻ പുസ്തകം ഏറ്റുവാങ്ങി. അഡ്വക്കേറ്റ് PS ശ്രീധരൻപിള്ള അധ്യക്ഷത വഹിച്ചു. വിഷ്ണു പുൽപ്പറമ്പിൽ, K നാരായണൻ നമ്പൂതിരി, അഡ്വക്കേറ്റ് PM സുരേഷ് ബാബു തുടങ്ങിയവർ സംബന്ധിച്ചു. ഇന്ദ്രജിത്തിന്റെ നായകനായിട്ടുള്ള 7ാം വരവ് വരെ കൃത്യമായിട്ടുള്ള ഈ 11 സിനിമകളും നമ്മൾ മലയാളികൾ നെഞ്ചേറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. അദ്ദേഹത്തിന്റെ അടുത്ത പ്രോജക്ട് 2ാം ഊഴം പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടായിരുന്നു. ഏകദേശം 500 ബില്യൺ രൂപയ്ക്ക് വലിയ പ്രോജക്റ്റായിട്ട് നിൽക്കുന്ന ഈ 2ാം ഊഴം നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒരു സൃഷ്ടിയാണ്. അങ്ങനെയുള്ള ഈ ശ്രീ ഹരിഹരൻ സാറിനെ എന്ത് പറഞ്ഞാലാണ് നമ്മൾക്ക് അദ്ദേഹത്തിന്റെ ഈ തിരക്കുകൾക്കിടയിൽ നമ്മൾ ഈ പ്രകാശന കർമ്മം ചെയ്യുന്നതിന് വേണ്ടി നാരായണന്റെ പുസ്തകം പൂവാലൻ കോഴി പ്രകാശനം ചെയ്യാൻ കിട്ടിയത് കൃത്യമായി പറഞ്ഞാൽ കോഴിക്കോട്ടുകാരുടെ സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള, ഞങ്ങൾ കൃത്യമായി പറയട്ടെ, ഞങ്ങളുടെ സ്വകാര്യ അഹങ്കാരം തന്നെയാണ് ശ്രീ ഹരിഹരൻ സാറ്. അദ്ദേഹത്തിന് ഈ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രീ മുല്ലപ്പള്ളി നാരായണന് വേണ്ടിയും അതേപോലെ കേരള ബുക്ക് ട്രസ്റ്റിന്റെ ഭാരവാഹികൾക്ക് വേണ്ടിയും ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സീസൺ 8ന്റെ ജില്ലാതല രജിസ്ട്രേഷൻ ഉദ്ഘാടനം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്നു. പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ സീസൺ 8ന്റെ കോഴിക്കോട് ജില്ലാതല രജിസ്ട്രേഷൻ ഉദ്ഘാടനമാണ് പ്രദീപ് കുമാർ MLA നിർവഹിച്ചത്. എല്ലാവരും ഈ ഗ്രാൻഡ് കേരള ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഉണ്ടാകുന്നത് നമ്മുടെ വ്യാപാരം മെച്ചപ്പെടണം, സമൂഹത്തിനകത്ത് വലിയ ഉണർവുണ്ടാവണം, നമ്മുടെ ടൂറിസം ഇൻഡസ്ട്രി ശക്തിപ്പെടണം, സമൂഹത്തിന്റെ പൊതുവായ ഉണർവും പുരോഗതിയും ജനങ്ങളുടെ മെച്ചപ്പെട്ട ജീവിതാവസ്ഥയെല്ലാം ലക്ഷ്യമിട്ടിട്ടാണ്. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കാനത്തിൽ ജമീല അധ്യക്ഷത വഹിച്ചു. മലബാർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ KP വീരാൻകുട്ടി, കണ്ണങ്കണ്ടി മാനേജിംഗ് ഡയറക്ടർ പരീദ് കണ്ണങ്കണ്ടി എന്നിവരിൽ നിന്നും പ്രീമിയം രജിസ്ട്രേഷനുള്ള 20,000 രൂപയുടെ ചെക്കുകൾ സ്വീകരിച്ചു. GKSFനെ കുറിച്ച് കോർഡിനേറ്റർ മോഹൻ പൊതുവാൾ വിശദീകരിച്ചു. വ്യാപാരി വ്യവസായ സമിതി ജില്ലാ സെക്രട്ടറി CK വിജയൻ, കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ആഷിഖ് V, DTPC സെക്രട്ടറി PG രാജീവ്, മലബാർ IT ഡീലേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റ് തോംസൺ ചാക്കോ, DTPC എക്സിക്യൂട്ടീവ് മെമ്പർ അഡ്വക്കേറ്റ് PM നിയാസ് തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ സംസാരിച്ചു. ഷിർദി സായിബാബ മഹാസമാധി ആചരണത്തിന്റെ ഭാഗമായി നഗരപ്രദക്ഷിണം നടന്നു. നിരവധി പേർ പങ്കെടുത്തു. ഷിർദി സായിബാബ മഹാസമാധി ആചരണത്തിന്റെ ഭാഗമായി നഗരപ്രദക്ഷിണം നടന്നു. കല്ലായി റോഡ്, പാളയം OIT റോഡ്, മുതലക്കുളം, പാളയം മാരിയമ്മൻ കോവിൽ തുടങ്ങിയ വിവിധയിടങ്ങളിലൂടെയാണ് പ്രദക്ഷിണം നടത്തിയത്. നിരവധി പേർ പങ്കെടുത്തു. MK റോഡ് ദർപ്പണം കലാസാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ പെരുന്നാൾ കിറ്റ് വിതരണം നടത്തി. DYFA കേന്ദ്ര കമ്മിറ്റി അംഗം PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു.
MK റോഡ് ദർപ്പണം കലാ സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിലാണ് പെരുന്നാൾ കിറ്റ് വിതരണം ചെയ്തത്. ഡിവൈഎഫ്ഐ കേന്ദ്ര കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് PA മുഹമ്മദ് റിയാസ് കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു. മാത്രം കണക്ക് എടുക്കാതെ നമ്മുടെ നാട്ടിലാകെ അതിസമ്പന്നനിൽ നിന്നും കുത്തകകളിൽ നിന്നും പിരിച്ചെടുക്കേണ്ട തുക പരിശോധിച്ചാൽ ഇവിടെ പട്ടിണിയോ ദാരിദ്ര്യമോ ഇല്ലാത്തൊരു നാടായി നമ്മുടെ നാട് മാറും. എന്തുകൊണ്ട് അങ്ങനെ പിരിച്ചെടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് നമ്മുടെ നാട് ചർച്ച ചെയ്യപ്പെടുന്നത്. ഈ കാലഘട്ടത്തിന്റെ പ്രത്യേകത, ഇങ്ങനെ ഒരു പ്രവർത്തനത്തിന് ഒരുപാട് സംഘടനകൾ തയ്യാറാകുന്നുണ്ടെങ്കിലും ഇത്തരം പ്രയാസമേറിയ ജീവിതം നയിക്കുന്നതിന് പരിഹാരം കാണാൻ ഒരു ശാശ്വതമായ സംവാദവും ഇടപെടലും ആരോഗ്യകരമായി ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ബാനറുകളിൽ പരസ്പരം കീറിമുറിക്കുന്നതിന് പകരം ആരോഗ്യകരമായി ഏത് നയമാണ് ഇങ്ങനെ നമ്മുടെ നാടിനെ എത്തിക്കാൻ കാരണമെന്നുള്ള സംവാദങ്ങളും ചർച്ചകൾ കൂടി ഇതിന്റെ ഭാഗമായി ഉയർന്നു വരണം. അപ്പോഴേ നമുക്കൊരു ശരിയായ ഉത്തരം കാണാൻ വേണ്ടി, അപ്പോഴേ നമുക്ക് ഒരു ലക്ഷ്യത്തിലേക്ക് നമ്മുടെ നാടിനെ കൊണ്ടുപോകാൻ വേണ്ടി. ദർപ്പണം സെക്രട്ടറി ഫിറോസ് അധ്യക്ഷത വഹിച്ചു. MT ഫൈസൽ, BP മൊയ്തീൻ കോയ, NM സക്കറിയ, TV കുഞ്ഞായൻ കോയ തുടങ്ങിയവർ സംബന്ധിച്ചു. 150ഓളം പേർക്കാണ് പെരുന്നാൾ കിറ്റ് വിതരണം ചെയ്തത്. ജലാശയത്തിന് മുകളിൽ പൊങ്ങിക്കിടന്ന അഴിഞ്ഞിലം സ്വദേശിനി 10 വയസ്സുകാരി അഷികയുടെ അഭ്യാസം ശ്രദ്ധ നേടുന്നു. മണിക്കൂറുകളോളം വെള്ളത്തിനു മുകളിൽ പൊങ്ങിക്കിടന്നാണ് അഷികയുടെ പ്രകടനം. അഞ്ചു വയസ്സിൽ ചുമ്മാ തുടങ്ങിയ നീന്തൽ പരിശീലനം 10ാം വയസ്സിൽ എത്തി നിൽക്കുമ്പോൾ കളി കാര്യമായി. നീന്തലിൽ റെക്കോർഡുകൾ സൃഷ്ടിക്കാനും വ്യത്യസ്തതകൾ പരിശീലിക്കാനുമുള്ള തയ്യാറെടുപ്പിലാണ് അഴിഞ്ഞിലം പാറമൽ സ്വദേശി അഷിക. രാമനാട്ടുകര ഗണപതി AUP സ്കൂളിലെ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അഷിക. KSRTC ഇൻസ്പെക്ടർ നിഷിൽ, കമ്പ്യൂട്ടർ അധ്യാപിക ധന്യ എന്നിവരാണ് അഷികയുടെ രക്ഷിതാക്കൾ. 1.5 മണിക്കൂറിൽ അധിക നേരമാണ് അഷിക വെള്ളത്തിന് മുകളിൽ പൊങ്ങിക്കിടക്കുക. കൂടാതെ ഒരു കാലുകൊണ്ട് ചമ്രം പടിഞ്ഞ് കിടക്കുകയും ചെയ്യും. സംഗതി ഇങ്ങനെയൊക്കെയാണെങ്കിലും കക്ഷിയുടെ ഉദ്ദേശം ഇതൊന്നുമല്ല. വെള്ളത്തിന് മുകളിൽ ഒന്ന് നന്നായി ഇരിക്കണം, കിടന്നുകൊണ്ട് പത്രം വായിക്കണം എന്നിങ്ങനെ നീളുന്നു കുറുമ്പിയുടെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങൾ. ഇപ്പൊ മന്മാമ ഞാൻ പറഞ്ഞ ഉടനെ ആദ്യം പഠിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഈ 3 കൊല്ലം കൊണ്ട് ഞാൻ പഠിച്ചതാണ്. എനിക്ക് അടുത്ത ചമ്പറം ഇടിഞ്ഞ് കുളത്തിലിരിക്കാൻ ആഗ്രഹമുണ്ട്. അതിന് ഞാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ കഴിയാൻ കുറച്ചും കൂടി പരിശ്രമിക്കണം. 1ാം ക്ലാസ്സിന് എനിക്ക് വന്നപ്പം പേടി, അങ്ങനെ ഒരു കുറച്ച് മാസം കൊണ്ട് മാറി. പിന്നെ 2ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നീന്താൻ. വരാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ഇങ്ങനത്തെ ഓരോ നീന്തലിൻ്റെ ഇതിനൊക്കെ പങ്കെടുക്കാൻ താല്പര്യമുള്ളത്. ഇതിനെല്ലാം പിന്തുണ നൽകുന്നതോ അയൽവാസിയായ മനോജ് എന്ന അഷികയുടെ സ്വന്തം മനോജ് മാമൻ. ഇതിനു പുറമെ നല്ല ഒന്നാന്തരം കരാട്ടേക്കാരി കൂടിയാണ് നമ്മുടെ അഷികമോൾ. കൂടാതെ നന്നായി പടം വരയ്ക്കും, പാട്ടുപാടും. ചുരുക്കി പറഞ്ഞാൽ ഒരു സകലകല വല്ലഭി. പക്ഷേ എന്തു തന്നെ ഇനി പുതുതായി പഠിച്ചാലും പരീക്ഷിച്ചാലും തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇനം നീന്തൽ തന്നെയെന്ന് അഷിക ഉറച്ചു പറയുന്നു. ആ ഉറപ്പാണ് നാളെയുടെ മികച്ച ഒരു താരത്തെ വാർത്തെടുക്കുന്നത്. ക്യാമറമാൻ നിഖിലിനൊപ്പം ഷഹദ് റഹ്മാൻ, ടൈം ന്യൂസ്. ഒരു ഇടവേള കൂടി. ഹിജ്റ കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിൽ ഈദ്ഗാഹ് നടന്നു. കല്ലായി സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിലായിരുന്നു ഈദ്ഗാഹ്. ഹിജ്റ കമ്മിറ്റി ഓഫ് ഇന്ത്യയുടെ നേതൃത്വത്തിലാണ് ഈദ്ഗാഹ് നടത്തിയത്. കല്ലായി റോഡ് സ്നേഹാഞ്ജലി ഓഡിറ്റോറിയത്തിൽ ആയിരുന്നു ഈദ്ഗാഹ്. SV ഷിർഷാദ് ഈദ്ഗാഹിന് നേതൃത്വം നൽകി. നിരവധി വിശ്വാസികൾ ഈദ്ഗാഹിൽ പങ്കെടുത്തു. VP കുമാരൻ കാവ്യ പുരസ്കാരത്തിന് KR ടോണി അർഹനായി. ഈ മാസം 11-ന് ഗാന്ധിഗൃഹത്തിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി KP മോഹനൻ അവാർഡ് സമർപ്പിക്കും. VT കുമാരൻ ഫൗണ്ടേഷൻ ഏർപ്പെടുത്തിയ 2014 VT കുമാരൻ കാവ്യ പുരസ്കാരത്തിന് KR ടോണി അർഹനായി. പ്ലമേനമ്മായി എന്ന കാവ്യസമാഹാരത്തിനാണ് അവാർഡ്. വളരെ പരിഹാസനിർഭരമായ ഭാഷയിൽ കവിതകൾ എഴുതുന്ന KR ടോണി എന്ന കവിക്കാണ് മൗലികതയെ മുൻനിർത്തിയും കാവ്യ പരിചരണത്തിൻ്റെ സവിശേഷതയെ മുൻനിർത്തിയും ഇത്തവണത്തെ അവാർഡ് നൽകുന്നത്. ഏറ്റവും മികച്ച കവികൾക്കാകണം അതത് വർഷത്തെ അവാർഡ് ദാനം എന്നതിലുള്ള ഒരു നിഷ്കർഷ ഞങ്ങൾ പുലർത്തിയിട്ടുണ്ട് ഇത്തവണയും.
ഈ മാസം 11-ന് ഗാന്ധിഗ്രാമത്തിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി KP മോഹനൻ അവാർഡ് സമർപ്പിക്കും. കൽപ്പറ്റ നാരായണൻ മുഖ്യപ്രഭാഷണം നടത്തുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. കേളപ്പൻ സ്മാരക സമിതി ഏർപ്പെടുത്തിയ കേരള ഗാന്ധി പുരസ്കാരത്തിന് കവയിത്രി സുഗതകുമാരി അർഹയായി. ഈ മാസം 7-ന് KP കേശവമേനോൻ ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല അവാർഡ് സമർപ്പിക്കും. കേളപ്പൻ സ്മാരക സമിതി ഏർപ്പെടുത്തിയ കേരള ഗാന്ധി പുരസ്കാരത്തിന് കവയിത്രി സുഗതകുമാരി അർഹയായി. ഈ മാസം 7-ന് KP കേശവമേനോൻ ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ മന്ത്രി രമേശ് ചെന്നിത്തല അവാർഡ് സമർപ്പിക്കും. ഈ തവണത്തെ കേരള ഗാന്ധി പുരസ്കാരം ശ്രീമതി സുഗതകുമാരിക്ക് ആഭ്യന്തര വകുപ്പ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല സമർപ്പിക്കുന്നതാണ്. ഈ കേളപ്പൻ സ്മാരക സമിതി ഈ അവാർഡ് കോഴിക്കോട്ട് വെച്ച് നൽകുന്നത് 11,1111 രൂപ അവാർഡ് തുകയും പ്രശസ്തി പത്രവും ശില്പവും. MP വീരേന്ദ്രകുമാർ പ്രശസ്തി പത്ര സമർപ്പണം നടത്തും. MK രാഘവൻ MP, MI ഷാനവാസ് MP, A പ്രദീപ് കുമാർ MLA, KC അബു തുടങ്ങിയവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. വെള്ളിമാടുകുന്ന് കോർപ്പറേഷൻ 15ാം വാർഡിന്റെ ശുചീകരണ വാരാചരണത്തിന്റെ ഭാഗമായി വെള്ളിമാടുകുന്ന് പരിസരം ശുചീകരിച്ചു. നിർമ്മല ഹോസ്പിറ്റൽ PMA റെസിഡൻസ് അസോസിയേഷൻ, 15ാം വാർഡ് കമ്മിറ്റി എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിലായിരുന്നു ശുചീകരണം. വെള്ളിമാടുകുന്ന് കോർപ്പറേഷൻ 15ാം വാർഡിന്റെ ശുചീകരണ വാരാചരണത്തിന്റെ ഔപചാരിക ഉദ്ഘാടനമാണ് കൌൺസിലർ ബാലഗോപാലൻ നിർവഹിച്ചത്. നിർമ്മല ഹോസ്പിറ്റൽ PMA റെസിഡൻസ് അസോസിയേഷൻ, 15ാം വാർഡ് കമ്മിറ്റി എന്നിവരുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ വെള്ളിമാടുകുന്ന് നിർമ്മല ഹോസ്പിറ്റൽ പരിസരം മുതൽ കാനറ ബാങ്ക് പരിസരം വരെ ശുചീകരിച്ചു. കോർപ്പറേഷൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജാനമ്മ കുഞ്ഞുണ്ണി സ്ഥലം സന്ദർശിച്ചു. PK ദയാനന്ദൻ, സിസ്റ്റർ ആനറ്റ്, ബാലഗോപാലൻ, PK ചന്ദ്രൻ, മുന്താസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ ചലച്ചിത്ര ഗാനങ്ങളുടെ സമാഹാരമായ ഇളം മഞ്ഞിൻ കുളിരുമായി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഒക്ടോബർ 6-ന് ടാഗോർ ഹാളിൽ നടക്കും. MT വാസുദേവൻ നായർ പ്രകാശനം നിർവഹിക്കും. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ ചലച്ചിത്ര ഗാനങ്ങളുടെ സമാഹാരമായ ഇളം മഞ്ഞിൻ കുളിരുമായി എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ഈ മാസം 6-ന് ടാഗോർ ഹാളിൽ നടക്കും. MT വാസുദേവൻ നായർ പുസ്തകം പ്രകാശനം ചെയ്യും. മന്ത്രി PK അബ്ദുറബ് പുസ്തകം ഏറ്റുവാങ്ങും. ഈ പരിപാടിയോടനുബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഗാനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് പ്രശസ്തരായിട്ടുള്ള പിന്നണി ഗായകർ പാടുന്ന ഒരു സംഗീത പരിപാടിയുണ്ട്. കൂടാതെ ജയരാജ് വാര്യരുടെ ഒരു കാരിക്കേച്ചർ ഷോയും അതിനോടനുബന്ധിച്ചുണ്ട്. അബ്ദുൽ സമദ് സമദാനി അധ്യക്ഷത വഹിക്കും. പരിപാടിയോടനുബന്ധിച്ച് കാരിക്കേച്ചർ ഷോയും സംഗീത സന്ധ്യയും അരങ്ങേറും. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. കോതിപാലത്തിന്റെ അപ്രോച്ച് റോഡ് പ്രവൃത്തി 2015 മെയ് മാസം അവസാനത്തോടുകൂടി പൂർത്തീകരിക്കുകയാണ് ലക്ഷ്യമെന്നും അരയടത്തുപാലം അപ്രോച്ച് റോഡിന്റെ ടാറിംഗ് പ്രവൃത്തി ഈ മാസം പൂർത്തീകരിക്കുമെന്നും മന്ത്രി MK മുനീർ. നഗരത്തിലെ ട്രാഫിക് പരിഷ്കാരങ്ങളിൽ പ്രതിഷേധിച്ച് ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 7 മുതൽ ചില റൂട്ടുകളിൽ ബസ് സമരം ആരംഭിക്കും. ഹിമോഫീലിയ രോഗികൾക്കുള്ള പ്രഫൽ ആക്ട് ട്രീറ്റ്മെന്റ് കേരളത്തിൽ എത്തിക്കുന്നതിനായി പരിശ്രമിക്കുമെന്ന് മന്ത്രി MK മുനീർ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.